1ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ 21, 31, 41 തുടങ്ങി 91 വരെ വരുന്ന നമ്പേഴ്സിൻ്റെ ക്യൂബ്. ഫോർ എക്സാമ്പിൾ നമുക്ക് 21ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് 1 പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ സ്റ്റെപ്പ് എഴുതിയത്. എൻഡ് വിത്ത് 1 ആകുമ്പം റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ 21 അല്ലേ, 21 എന്ന് ഞാൻ എഴുതി. 1, 2, 2ൻ്റെ സ്ക്വയർ ഞാൻ എവിടെ എഴുതും? ഇവിടെ എഴുതും. 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണല്ലോ, 8 എഴുതി. സ്റ്റാർട്ടിങ് വിത്ത് 1ൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എഴുതും, എൻഡിങ് വിത്ത് 1ൽ അവിടുന്ന് ഇങ്ങോട്ട് എഴുതും. ആദ്യത്തെയും അവസാനത്തെയും നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട. മിഡിൽ ഡിജിറ്റിനെ ഡബിൾ ചെയ്യുക. 4ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 8, 2ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 4. സോ നേരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2 + 6, 6, 4 + 8 എന്ന് പറയുന്നത് 12, 1 ക്യാരി ചെയ്യും. 8 + 1 എന്ന് പറയുന്നത് 9, 9, 2, 6, 1 എന്ന് എനിക്ക് കിട്ടും. അടുത്തൊരു എക്സാമ്പിൾ 31ൻ്റെ ക്യൂബ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? റൈറ്റ് ടു ലെഫ്റ്റ് എഴുതണം. 1, 3, 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 3ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. ആദ്യത്തെ അവസാനത്തെ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. മിഡിൽ ഡിജിറ്റിനെ ഡബിൾ ചെയ്യുമ്പം 9ൻ്റെ ഡബിൾ 18, 3ൻ്റെ ഡബിൾ 6, ആഡ് ചെയ്യുമ്പം 1 + 0, 1 എന്ന് കിട്ടും. 3 + 6 എന്ന് പറയുന്നത് 9 വരും. 9 + 18, 27 ഞാൻ 7 എഴുതും. 2 ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യും. 2 + 29, ഇറ്റ്സ് 29, റൈറ്റ്. 29791 എന്ന് എനിക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 51ൻ്റെ ക്യൂബ് എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.